വെൽക്കം ബാക്ക് ടു കേരള ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ 4 പുതിയ സ്പൈസസിന് GI ടാഗ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടി. അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചെടുക്കാം. ഏതൊക്കെ സ്പൈസിനാണ് കിട്ടിയത്, എവിടെ നിന്നൊക്കെ ഉള്ള സ്പൈസസ് ആണ്. അപ്പോൾ ആദ്യം GI ടാഗ് എന്ന് പറയുന്ന സംഭവം എന്താണ് എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആണ് GI എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഒരു സ്ഥലത്ത് കാണുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ അത് അവിടെ മാത്രമായിരിക്കും ആ ഒരു ക്വാളിറ്റിയിലും ഒത്തന്റിസിറ്റിയിലും നമുക്ക് ആ ഒരു വസ്തുവിനെ കാണാൻ പറ്റുന്നത്. അങ്ങനെ കൊടുക്കുന്ന ഒരു ടാഗ് ആണ് GI ടാഗ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സ്പൈസസിനാണ് പുതിയതായിട്ട് നമ്മൾ GI ടാഗ് കിട്ടിയതായിട്ട് വാർത്തകളിൽ കാണുന്നത്? ആദ്യം വാരങ്കൽ ചട്പട്ട ചില്ലി. അപ്പൊ ഈ വാരങ്കൽ ചട്പട്ട ചില്ലിയെ കുറിച്ച് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ടൊമാറ്റോ ചില്ലി, ഇതിന്റെ ഈ ഒരു കളർ ബ്രൈറ്റ് റെഡ് കളറും അതങ്ങനെ തൂങ്ങിക്കിടക്കുന്ന തക്കാളി കിടക്കുന്ന പോലെയാണ്. സോ അതുകൊണ്ട് തന്നെ ടൊമാറ്റോ ചില്ലി എന്നും പറയാറുണ്ട് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ വാരങ്കൽ, തെലങ്കാനയിലെ വാരങ്കൽ റീജിയണിൽ 80 വർഷത്തിലേറെ ആയിട്ട് കർഷകർ കൃഷി ചെയ്യുന്ന ഒരു വിളവാണ് നമ്മുടെ വാരങ്കൽ ചട്പട്ട ചില്ലി എന്ന് പറയുന്നത്. ഇതോടുകൂടി 18 ഐറ്റംസ് ആയി തെലങ്കാനയുടെ GI ടാഗ് ലിസ്റ്റിൽ. അപ്പോൾ തെലങ്കാനയുടെ 18ാമത്തെ GI ടാഗ് ഐറ്റം ആണ് വാരങ്കൽ ചട്പട്ട ചില്ലി. ടൊമാറ്റോ ചില്ലി എന്നും അറിയപ്പെടുന്നു. ഇത് നാച്ചുറൽ ഫുഡ് കളറിങ്ങിനും, ചെറിയ ഒരു എരിവ്, ഒരു രസമുള്ള ഒരു എരിവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഫുഡ് കളറിങ്ങിനും അച്ചാറിടാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ചില്ലിയാണ്. ഇതിനകത്ത് ആ ഒരു സ്ട്രോങ് കളർ, തക്കാളി റെഡ്, ടൊമാറ്റോ ചില്ലി എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു സ്ട്രോങ് റെഡ് കളർ വരാനായിട്ടുള്ളൊരു കാരണം ഇതിൽ ഒലൈറിസിൻ പ്രസന്റ് ആയതുകൊണ്ടാണ്. അപ്പൊ എന്തിന്റെ പ്രസൻസ് കാരണമാണ് ടൊമാറ്റോ ചില്ലി അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബ്രൈറ്റ് റെഡ് കളർ വരാൻ കാരണം? ഒലൈറിസിന്റെ കാരണം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് തെലങ്കാന വാരങ്കൽ ചട്പട്ട ചില്ലി എന്നുള്ളതാണ്. അടുത്തത് നമ്മുടെ ഒരു വറ്റൽ മുളകാണ്. തമിഴ്നാട്ടിലെ വിരുദ്നഗർ സംബ വറ്റൽ എന്ന് പറയുന്ന മുളകാണ്. അപ്പൊ ഇത് വിരുദ്നഗർ, സെട്ടൂർ, അരുപ്പുകോട്ടൈ തുടങ്ങിയ തമിഴ്നാട്ടിലെ സ്ഥലങ്ങളിൽ കാണുന്ന ഒരു കൃഷി ചെയ്യുന്ന ഒരു മുളകാണ്. വളരെ എരിവ് കൂടിയ മുളകായതുകൊണ്ട് തന്നെ ഇതിന് മറ്റേ ഗുണ്ടൂർ മുളക്, ഗുണ്ടൂർ സന്നം ചൊല്ലിയേക്കാളൊക്കെ എരിവ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതിന്റെ ക്യാപ്സൈസിൻ കണ്ടന്റ് 0.24 ആണ് എന്നാണ് പറയുന്നത്. സോ യെസ്, വറ്റൽ മുളകായിട്ട് ഉണക്കിയൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു മുളകാണ് വിരുദ്നഗർ സംബ വറ്റൽ ചില്ലി, തമിഴ്നാട്. അപ്പൊ രണ്ടാമത്തെ GI ടാഗ് അടുത്തിടെ കിട്ടിയ 4 സ്പൈസസിൽ രണ്ടാമത്തത് നമ്മൾ പഠിക്കുന്നത് വിരുദ്നഗർ സംബ വറ്റൽ. ഏത് സ്റ്റേറ്റ് ആണ്? തമിഴ്നാടാണ്. ഓക്കെ. അതും ഇതുപോലെ തന്നെ നല്ല സ്ട്രോങ് പഞ്ചന്റ് ടേസ്റ്റും നല്ല കളറും, ഡീപ്പ് റെഡ് കളറും ഉള്ള ഒരു മുളകാണ്. അടുത്തത് നമ്മുടെ ലോങ് പെപ്പർ, അമരാവതി പിപ്പല്ലി അറിയാലോ. പിപ്പല്ലി മലയാളികളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പിപ്പല്ലി, അല്ലെ? അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ ആ മുളക്, എരിവ് എന്നൊക്കെ ഉള്ളതിന് ഉപരിയായിട്ട് മെഡിസിനൽ പ്രോപ്പർട്ടീസ്, ആയുർവേദത്തില് ഉപയോഗിക്കുന്ന സംഭവമാണ് പിപ്പല്ലി എന്ന് പറയുന്നത്. മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ശ്വാസകോശ സംബന്ധമായ, അതുപോലെ ഡൈജസ്റ്റീവ് ട്രാക്ട്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കുരുമുളക് കാറ്റഗറിയിൽ വരുന്നതാണ് പിപ്പല്ലി എന്ന് പറയുന്നത്, അമരാവതി പിപ്പല്ലി എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്തേക്കാം. അമരാവതി പിപ്പല്ലി മഹാരാഷ്ട്രയിലെ അമരാവതി റീജിയണിലാണ് ഈ ഒരു അമരാവതി പിപ്പല്ലി നമ്മൾ കാണുന്നത്. അമരാവതി പിപ്പല്ലി മഹാരാഷ്ട്ര എന്നൊന്ന് നോട്ട് ചെയ്തേക്കുക. മൂന്നാമത്തെ സ്പൈസ് ആണ് നമ്മുടെ അമരാവതി പിപ്പല്ലി. മെഡിസിനൽ പ്രോപ്പർട്ടീസ്, ആയുർവേദയിലെ യൂസ്, റെസ്പിറേറ്ററി ഡൈജസ്റ്റീവ് ഇഷ്യൂസിന് ഹെൽപ്ഫുൾ ആണ് അമരാവതി പിപ്പല്ലി മഹാരാഷ്ട്ര. നാലാമത്തത് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്നാണ്. അപ്പോൾ കേരളത്തിലെ തലശ്ശേരി ക്ലോവ് അഥവാ തലനാടൻ ഗ്രാമ്പൂ എന്ന് പറയുന്ന ഗ്രാമ്പൂവിനാണ് നാലാമത്തെ GI ടാഗ് ലഭിച്ച ഒരു ഐറ്റം. അടുത്തിടെ GI ടാഗ് ഒരുപാട് സ്പൈസസിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു 4 സ്പൈസസ് പഠിക്കുന്നതിന്റെ നാലാമത്തത് തലശ്ശേരിയിലെ ഗ്രാമ്പു ആണ്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിന്റെ മണവും മെഡിസിനൽ പ്രോപ്പർട്ടീസും ആണ്. അപ്പോൾ ഔഷധ ഗുണമുള്ള ഒരു ഗ്രാമ്പു ആണ്, ക്ലോവ് ആണ്. അതുപോലെ തന്നെ നല്ല സ്ട്രോങ്, നല്ല അടിപൊളി മണമുള്ള ഒരു ക്ലോവ് ആണ്, ഗ്രാമ്പു ആണ്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് സ്പൈസസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? അറിയാലോ. അപ്പൊ തലശ്ശേരി കണ്ടുവരുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന തലശ്ശേരി ക്ലോവ്, തലനാടൻ ഗ്രാമ്പു എന്ന് പറയുന്ന സംഭവമാണ് നാലാമത്തെ സ്പൈസ്
അപ്പോൾ ഈ 4 സംഭവങ്ങളും ഇതിന്റെ സ്പെഷ്യാലിറ്റീസും ഒന്ന് ഓർത്തിരിക്കുക. ഏത് സ്ഥലങ്ങളിൽ ആണ് ഇത് കൃഷി ചെയ്യുന്നത് എന്നും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ GI ടാഗ് കിട്ടിയ 4 സ്പൈസസ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം. അമരാവതി പിപ്പല്ലി മഹാരാഷ്ട്രയിലെ അമരാവതി പിപ്പല്ലി. അതുപോലെ വാരങ്കൽ ചട്പട്ട ചില്ലി തെലങ്കാന. അതുപോലെ വിരുദ്നഗർ സാമ്പ വറ്റൽമുളക് എവിടത്തെയാണ്? നമ്മുടെ തമിഴ്നാട്ടിലെയാണ്. അതുപോലെ തലനാടൻ ക്ലോവ് തലശ്ശേരിയിലെ ഗ്രാമ്പു കേരള റൈറ്റ്. അപ്പോൾ ഈ 4 സംഭവങ്ങൾക്കാണ് പുതിയതായിട്ട് GI ടാഗ് ലഭിച്ചത്. അപ്പോൾ ആസ് വി മൂവ് റിവൈസും ചെയ്തല്ലോ, പക്കയായല്ലോ. അപ്പോൾ ഞാൻ ഇനി ഈ സ്ലൈഡ് മാറ്റിയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഏത് മുളകിനാണ് ടൊമാറ്റോ ചില്ലി എന്നും, ഈ 4 സ്പൈസസിൽ ഏത് സ്പൈസിനാണ് ടൊമാറ്റോ ചില്ലി എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ആൻസർ പറയാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് പെട്ടെന്ന് ആൻസർ ചെയ്തേ. ടൊമാറ്റോ ചില്ലി എന്ന് പറയുന്നത് ഏത് മുളകിന്റെ പേരാണ് എന്ന് ഈ 4 സ്പൈസിന്റെ പേര് ഓർത്തിരിക്കുക. ഏത് സ്റ്റേറ്റിൽ നിന്നാണ് എന്നൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ടൊമാറ്റോ ചില്ലി എന്ന് പറയുന്നത് ഇതിൽ ഏത് മുളകിനാണ് എന്നൊന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് OAEയുടെ എല്ലാം റിസൾട്ട് വന്നിട്ടുണ്ട്. കോഴ്സും സ്റ്റാർട്ടഡ് ആണ്, നമുക്ക് അറിയാമല്ലോ. എല്ലാവരും നന്നായിട്ട് പഠിച്ചു പോകുന്നുണ്ട് കുറേ കുട്ടികൾ. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. സെക്രട്ടേറിയറ്റ് OAEയുടെ മെയിൻസിന്റെ കോഴ്സ്, ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ കോഴ്സ്, അതുപോലെ ഡിഗ്രി മെയിൻസ്, നമ്മുടെ ദേവസ്വം ബോർഡ് LDC, സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ തുടങ്ങിയ എല്ലാ ബാച്ചുകളും നമുക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ആപ്പിൽ ലഭ്യമാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് കേരള PSC എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ പ്ലേ സ്റ്റോറിൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് ടൈപ്പ് ചെയ്താൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമ്മൾ കേരള PSC എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കയറിയാൽ നമുക്ക് ഈ കോഴ്സൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ടുകൾ ഇപ്പം അവിടെ അവൈലബിൾ ആയിട്ടുള്ളതിനേക്കാളും ഡിസ്കൗണ്ട്സ് വേണമെങ്കിൽ ജസ്റ്റ് ഫാക്കൽറ്റീസിന്റെ പേരൊക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അനുപമ AN UP AMA റൈറ്റ്. അപ്പോൾ പേരൊക്കെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടും അവിടെ. സോ കോഴ്സൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കേണ്ടവരെ പെട്ടെന്ന് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് കോഴ്സൊക്കെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഫ്രീ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഫ്രീ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കുക റൈറ്റ്. അതുപോലെ ഈ സെഷൻ ഇതിങ്ങനെ ഒരു നോളജ് സീരീസ്, കറണ്ട് അഫയേഴ്സ് നോളജ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ക്ലിക്ക് ദാറ്റ് ലൈക്ക് ബട്ടൺ. ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയതായിട്ട് വന്ന ഫ്രണ്ട്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് റെഗുലർ ആയിട്ട് കിട്ടണ്ടേ. അപ്പോൾ പുതിയ ഫ്രണ്ട്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്ത് ഒക്കെ ശ്രദ്ധിക്കുക, നല്ല കട്ടയ്ക്ക് പഠിച്ചു പോവുക. ആൻഡ് ലെറ്റ് മീ നോ if you want more sessions like this, and till we meet in the next class. അടുത്ത ക്ലാസ്സിൽ രാവിലെ 8 മണിക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് കീപ് ഫോളോയിങ് കേരള ടെക്സ്റ്റ് ബുക്ക്.